ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മുടെ തരുന്ന ആദ്യത്തെ ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗം ഒന്ന് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിർത്തിയത് നമ്മുടെ കോബ്രയും മംഗൂസും തമ്മിലുള്ള ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്തായിരുന്നു. ബാക്കി ഭാഗം നമുക്കിന്ന് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, പേജ് നമ്പർ 12. Moving forward quickly until he was just within the cobra's reach, he made a feint to one side. അങ്ങനെ നമ്മുടെ കോബ്രയും മംഗൂസും ആ ബാനിയൻ ട്രീയുടെ അടിയിൽ വെച്ചിട്ട് അവർ തമ്മിലുള്ള ഫൈറ്റ് തുടങ്ങാൻ പോവാണ്. അപ്പോൾ അതുവരെ സംഭവിച്ച കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടി പറയാം. ഈ കഥയിലെ മെയിൻ കഥാപാത്രം ഒരു ബോയാണ്. അവനവൻ്റെ മുത്തശ്ശൻ്റെയും കൂടി ദഹ്റ എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. അവന് ഇഷ്ടപ്പെട്ട പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് ബാനിയൻ ട്രീ ആയിരുന്നു. ആ ബാനിയൻ ട്രീയുടെ അടിയിൽ വെച്ചിട്ട് അവനൊരു ഫൈറ്റ് കാണാനിടയാവണം. ആരൊക്കെ തമ്മിലുള്ള ഫൈറ്റ് ആയിരുന്നു? മംഗൂസും കോബ്രയും. ഓക്കെ, മൂവിങ് ഫോർവേഡ് ക്വിക്ക്ലി അണ്ടിൽ ഹി വാസ് ജസ്റ്റ് വിത്തിൻ ദ കോബ്രാസ് റീച്ച്, ഹി മെയ്ഡ് എ ഫെയിന്റ് ടു വൺ സൈഡ്. ഈ ഫൈറ്റ് മുന്നോടിയായിട്ടുള്ള ആദ്യത്തെ മൂവ് നടത്തിയത് നമ്മുടെ മംഗൂസ് ആയിരുന്നു. അവൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, മൂവിങ് ഫോർവേഡ് ക്വിക്ക്ലി, അവൻ പെട്ടെന്ന് തന്നെ മുന്നോട്ട് എന്ത് ചെയ്തു, മൂവ് ചെയ്തു. അണ്ടിൽ ഹി വാസ് ജസ്റ്റ് വിത്തിൻ ദ കോബ്രാസ് റീച്ച്, അങ്ങനെ മൂവ് ചെയ്തിട്ട് അവൻ കോബ്രയുടെ തൊട്ടടുത്ത് എത്തിയപ്പോൾ ഹി മെയ്ഡ് എ ഫെയിന്റ് ടു വൺ സൈഡ്, അവൻ പെട്ടെന്ന് തൊട്ടപ്പുറത്തെ സൈഡിലോട്ട് എന്ത് ചെയ്തു, മാറിക്കളഞ്ഞു, മൂവ് ചെയ്ത് കളഞ്ഞു. ഇമ്മീഡിയറ്റ്ലി ദ കോബ്ര സ്ട്രക്ക്, കോബ്ര നോക്കി നിൽക്കുകയാണ്. കോബ്ര നമ്മുടെ മംഗൂസ് അവൻ്റെ തൊട്ടടുത്ത് എത്തിയപ്പോൾ കോബ്ര സ്ട്രക്ക് മീൻസ് പൊത്തി. പക്ഷെ അതിന് മുന്നേ തന്നെ ആരും അവിടെ നിന്ന് ഓടി മാറി, നമ്മുടെ മംഗൂസ് സൈഡിലോട്ട് ഓടി മാറി. His great hood came down so swiftly that I thought nothing could save the mongoose. ഈ പാമ്പിൻ്റെ ഹുഡ് മീൻസ് പത്തി അത്രയും വേഗത്തിലാണ് എന്ത് ചെയ്തത്, ആ മംഗൂസിന് നേരെ വന്നത്. അത് കണ്ടപ്പോൾ നമ്മുടെ കുട്ടി വിചാരിക്കുകയാണ്, ആ ബോയ് വിചാരിക്കുകയാണ് എന്ത്, ഹിസ് ഗ്രേറ്റ് ഹുഡ് കെയിം ഡൗൺ സോ സ്വിഫ്റ്റ്ലി ദാറ്റ് ഐ തോട്ട് നത്തിങ് കുഡ് സേവ് ദ മംഗൂസ്. അത് കണ്ടപ്പോൾ ഇവന് എന്ത് തോന്നി, ഒന്നിനും നമ്മുടെ ഈ മംഗൂസിനെ രക്ഷിക്കാൻ സാധിക്കില്ല, മംഗൂസ് മരണപ്പെടുമെന്ന് ആര് വിചാരിച്ചു, നമ്മുടെ ബോയ് വിചാരിച്ചു. പക്ഷെ മംഗൂസിനൊന്നും പറ്റിയില്ല. മംഗൂസ് ആരേക്കാൾ ബുദ്ധിയുള്ളവനായിരുന്നു, കോബ്രയേക്കാൾ. അവൻ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു, കോബ്ര സ്ട്രക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ അവിടെ നിന്ന് അവൻ മാറിക്കളഞ്ഞു. ബട്ട് ദ ലിറ്റിൽ ഫെല്ലോ ജംപ്ഡ് നീറ്റ്ലി ടു വൺ സൈഡ്, അവൻ പെട്ടെന്ന് തന്നെ ഒരു സൈഡിലോട്ട് മാറിയതിന് ശേഷം ആൻഡ് ഡാർട്ടഡ് in as swiftly as the cobra, biting the snake on the back and darting away again out of reach. പെട്ടെന്ന് തന്നെ ഈ പാമ്പ് അവന് കൊത്തിയ നേരം കൊണ്ട് തന്നെ മംഗൂസ് സൈഡിലോട്ട് മാറിയിട്ട് അതേ സമയം നമ്മുടെ മംഗൂസ് എവിടെ കടിച്ചു, നേരത്തെ അവൻ എയിം ചെയ്ത് വെച്ചിരുന്നില്ലേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, പാമ്പിൻ്റെ ഹുഡിന് തൊട്ട് താഴെയായിട്ട് അവൻ എയിം ചെയ്തൊരു ഭാഗമുണ്ട്. അവിടെ പോയിട്ട് എന്ത് ചെയ്തു, ബൈറ്റ് ചെയ്തു. തിരിച്ച് കടി കിട്ടണതിന് മുന്നേ തന്നെ നമ്മുടെ മംഗൂസ് അവിടുന്ന് ഓടി മാറി. ചുരുക്കി പറഞ്ഞാൽ രണ്ടാളിലും കുറച്ചും കൂടി ശൗര്യം കൂടുതൽ ആർക്കാണ്, നമ്മുടെ മംഗൂസിനാണ്. കോബ്രയ്ക്ക് മംഗൂസിൻ്റെ അടുത്തെത്താനേ സാധിച്ചില്ല. പക്ഷെ കോബ്രയ്ക്ക് ആരുടെ കടി കിട്ടുകയും ചെയ്തു, മംഗൂസിൻ്റെ കടി കിട്ടുകയും ചെയ്തു. ഓക്കെ, ദ മൊമെന്റ് ദ കോബ്ര സ്ട്രക്ക്, ദ ക്രോ ആൻഡ് ദ മൈന ഹേർഡിൽ ദംസെൽഫ് അറ്റ് ഹിം. ഈ പാമ്പ് ഈ മംഗൂസിന് നേരെ കുത്തിയ ആ സമയത്ത് തന്നെ ദ കോബ്ര ആൻഡ് മൈന ഹേർഡ് ദംസെൽഫ് അറ്റ് ഹിം. ഈ കോബ്ര അല്ല, ക്രോയും മൈനയും, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ക്രോയും മൈനയും എന്ത് ചെയ്തിട്ടുണ്ട്, അവരെ ഈ ഫൈറ്റ് കാണാൻ വന്നിട്ടുണ്ട്. അവർ രണ്ടാളും എന്ത് ചെയ്തു, ഹേർഡ് ദംസെൽഫ് അറ്റ് ഹിം, ഈ പാമ്പിനെ നേരെ ഒച്ചുണ്ടാക്കി പാഞ്ഞെടുത്തു. ഓൺലി ടു കൊളൈഡ് ഹെവിലി ഇൻ ദ മിഡ് എയർ. പക്ഷെ സംഭവിച്ചത് എന്താണ്, ഈ മൈനയും നമ്മുടെ ക്രോയും എന്ത് ചെയ്തു, പറഞ്ഞ സമയത്ത് രണ്ടാളും എയറിൽ വെച്ച് എന്ത് ചെയ്തു, കൊളൈഡ് മീൻസ് കൂട്ടിമുട്ടി. ആർക്ക് നേരെ അവർ പാഞ്ഞെടുക്കുന്നത്, കോബ്രയ്ക്ക് നേരെ. ഓക്കെ, സ്ട്രീക്കിംഗ് അറ്റ് ഈച്ച് അതർ ദേ റിട്ടേൺ ടു കാക്ടസ് പ്ലാന്റ്. ശബ്ദമുണ്ടാക്കി കൊണ്ട് അവരെന്ത് ചെയ്തു, തിരിച്ചവരെ പഴയ സ്ഥലത്ത് തന്നെ പോയി നിന്നു. ആരൊക്കെ, ഒന്നുകൂടി പറയാം, ഈ ബോയ് കൂടാതെ വേറെ രണ്ട് സ്പെക്ടേഴ്സ് മീൻസ് കാണികൾ കൂടി ഉണ്ട്. ആരൊക്കെയാണ്, നമ്മുടെ മൈനയും ക്രോയും. അവരാണ് ഇപ്പോൾ ഈ പാമ്പിന് നേരെ പാഞ്ഞെടുത്തത്. പക്ഷെ എന്ത് സംഭവിച്ചു, മിഡ് എയറിൽ വെച്ച് രണ്ടാളും അവരെന്ത് ചെയ്തു, കൊളൈഡ് ചെയ്തു. ഓക്കെ, എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് ബ്ലഡ് ഗ്ലിസ്റ്റൺ ഓൺ ദ കോബ്രാസ് ബാക്ക്. 2-3 തുള്ളി രക്തം ബ്ലഡ് നമുക്ക് എവിടെ കാണാം, കോബ്രയുടെ പിന്നിലായിട്ട് കാണാം. അതെങ്ങനെയാണ് അവിടെ വന്നത്, തിളങ്ങുന്നുണ്ടായിരുന്നു. ഗ്ലിസ്റ്റൺ മീൻസ് തിളങ്ങുക, ഷൈനിങ്. എങ്ങനെയാണ് അവിടെ വന്നത്, നമ്മുടെ ഈ മംഗൂസ് കടിച്ച് അവിടെ എന്ത് ചെയ്തിരിക്കുന്നു, ബ്ലഡ് വന്നു. ദ കോബ്ര സ്ട്രക്ക് അഗെയിൻ ആൻഡ് മിസ്ഡ്. ഒരിക്കൽ കൂടി കോബ്ര ആരെ സ്ട്രൈക്ക് ചെയ്തു, മംഗൂസിനെ. പക്ഷെ ഇപ്രാവശ്യം എന്ത് ചെയ്തു, എഗെയിൻ മിസ്ഡ്, ഈ സമയം മിസ്സായിപ്പോയി. എഗെയിൻ ദ മംഗൂസ് സ്പ്രാങ് എസൈഡ് ജംപ്ഡ് ഇൻ ആൻഡ് ബൈറ്റ്. ഇതേ സമയം ഇപ്രാവശ്യവും നമ്മുടെ മംഗൂസ് എന്ത് ചെയ്തു, ആരെ ബൈറ്റ് ചെയ്തു, കോബ്രേനെ. ചുരുക്കി പറഞ്ഞാൽ ആ ശക്തികളിൽ രണ്ടാളിൽ ശക്തി ഏറ്റവും കൂടുതൽ ആർക്കായിരുന്നു,
ശക്തിയും വേഗവും കൂടുതൽ മംഗൂസിനായിരുന്നു. 2 പ്രാവശ്യവും മംഗൂസാണ് ആരെ ബൈറ്റ് ചെയ്തത്? കോബ്ര. ഓക്കെ. Again the birds dived at the snake, bumped into each other instead and returned shrieking to the safety of the cactus. ഇത് രണ്ടാമത്തെ പ്രാവശ്യവും ഈ പക്ഷികൾ എന്ത് ചെയ്തു? ശബ്ദമുണ്ടാക്കി പാഞ്ഞെടുത്തു. നേരത്തെ സംഭവിച്ച അതേപോലെ തന്നെ എന്ത് ചെയ്തു? മിഡ് എയറിൽ വെച്ച് അവർ രണ്ടാളും കൊളൈഡ് ചെയ്തു. കൊളൈഡ് മീൻസ് കൂട്ടിമുട്ടി. തിരിച്ചവർ അവിടെ തന്നെ പോയിരുന്നു. അവർ വന്ന കാക്ടസിൻ്റെ അവിടെ പോയിരുന്നു 2 പ്രാവശ്യം. ഓക്കെ. The third round followed the same course as the first but with one dramatic difference. പക്ഷെ അങ്ങനെ 1ാമത്തെ റൗണ്ടും 2ാമത്തെ റൗണ്ടും കഴിഞ്ഞപ്പോൾ ഇപ്പോൾ വിജയിച്ച് നിൽക്കുന്നത് ആരാണ്? മംഗൂസാണ്. പക്ഷെ 3ാമത്തെ റൗണ്ടിൽ എന്ത് ചെയ്തു? ഒരു ചെറിയൊരു വ്യത്യാസം ഉണ്ടായി. The third round followed the same course as the first but with one dramatic difference. പക്ഷെ ചെറിയൊരു വ്യത്യാസം ഉണ്ട്, ഒരു ഡിഫറൻസ് ഉണ്ട്. അവിടെ എന്താ നോക്കാം. The crow and the myna still determined to take a part in the proceedings, dived at the cobra, but this time they missed each other as well as their mark. 3ാമത്തെ പ്രാവശ്യവും അവർ തമ്മിൽ ഏറ്റുമുട്ടുന്ന സമയത്ത് അവർക്ക് നേരെ ആര് പാഞ്ഞെടുക്കുകയാണ്? 2 സ്പെക്ടേറ്റേഴ്സ്. അവർക്ക് ഈ ഫൈറ്റിൽ പങ്കെടുക്കണമെന്നുണ്ടാവും ചിലപ്പോൾ. അവർ ഇവർക്ക് നേരെ പാഞ്ഞെടുത്ത സമയത്ത് ചെറിയൊരു പ്രശ്നം പറ്റി. എന്താ പറ്റി? ബട്ട് ദിസ് ടൈം ദേ മിസ്ഡ് ഈച്ച് അതർ ആസ് വെൽ ആസ് ദെയർ മാർക്ക്. നേരത്തെ 2 പ്രാവശ്യം അവർ എയറിൽ വെച്ച് കൊളൈഡ് ചെയ്തു. പക്ഷേ ഇപ്രാവശ്യം എന്ത് ചെയ്യാണ്? അവർക്ക് 2 ആളും എന്ത് ചെയ്തു? കൊളൈഡ് ചെയ്ത് 2 ആൾക്ക് മിസ്സായി പോയി. അങ്ങനെ മിസ്സായത് കൊണ്ട് ഒരു പ്രശ്നം സംഭവിച്ചു അവിടെ. എന്താ നോക്കാം നമുക്ക്. The myna flew on and reached its perch, but the crow tried to pull up in the mid-air and turned back. നമ്മുടെ മൈന എന്ത് ചെയ്തു? തിരിച്ച് അതേ സ്ഥലത്ത് തന്നെ പോയിരുന്നു. പെർച്ച് മീൻസ് പോയിരിക്കുക. അവിടെ വന്ന കാക്ടസിൻ്റെ മുകളിൽ തന്നെ പോയിരുന്നു മൈന. പക്ഷെ ക്രോയ്ക്ക് എന്താ സംഭവിച്ചത്? ബട്ട് ദ ക്രോ ട്രൈ ടു പുൾ അപ്പ് ഇൻ മിഡ്-എയർ ആൻഡ് ടേൺ ബാക്ക്. നമ്മുടെ ക്രോ അങ്ങനെ വായുവിൽ നിന്ന് തിരിച്ച് പിന്നിലോട്ട് പറക്കാൻ ശ്രമിക്കുകയാണ്. മുന്നിലോട്ട് പാഞ്ഞടുത്തതല്ലേ, അതേമാതിരി തിരിച്ച് പിന്നിലോട്ട് പോയി പറക്കാൻ ശ്രമിക്കുന്ന സമയത്ത് in the second that it him to do this, the cobra whipped his head back and struck with great force, his snout thudding against the crow's body. പക്ഷേ ഈ കാക്കയ്ക്ക് അവന് വിചാരിച്ച മാതിരി എന്ത് ചെയ്യാൻ പറ്റിയില്ല, എയർന്ന് ലിഫ്റ്റ് ചെയ്യാൻ പറ്റിയില്ല ചിറകടിച്ചിട്ട്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഈ കോബ്ര ആരെ ബൈറ്റ് ചെയ്തു? നമ്മുടെ ഈ കാക്കേനെ എന്ത് ചെയ്തു? ബൈറ്റ് ചെയ്തു. ക്രോനെ ബൈറ്റ് ചെയ്തു. ഓക്കെ. അവൻ്റെ പത്തി പോയിട്ട് ആരുടെ മേത്തടിച്ചു? കാക്കയുടെ മേത്തടിച്ചു. കാക്കയ്ക്ക് കുത്തും കൊണ്ടു ആരുടെ കയ്യിൽ നിന്ന്? നമ്മുടെ സ്നേക്കിൻ്റെ കയ്യിൽ നിന്ന്. ഓക്കെ, കോബ്രയുടെ കയ്യിൽ നിന്ന്. അപ്പോൾ ഈ 2 സ്പെക്ടേറ്റേഴ്സിൽ ബുദ്ധിമാൻ ആരായിരുന്നു? നമ്മുടെ മൈനയായിരുന്നു. അവൻ എങ്ങനെയോ തിരിച്ച് പഴയ സ്ഥലത്ത് പോയിരുന്നു. പക്ഷെ ആർക്ക് മിസ്സായി പോയി? ക്രോയ്ക്ക് തിരിച്ച് ഉയർന്ന് പറക്കാൻ സാധിച്ചില്ല. നേരെ അവൻ ആരുടെ മുന്നിൽ പെട്ടു? നമ്മുടെ കോബ്രയുടെ മുന്നിൽ പെട്ടു. അവന് കൊള്ളുകയും ചെയ്തു. I saw the bird flung nearly 20 feet across the garden. അപ്പോൾ നമ്മുടെ ഈ ബോയ് പറയാണ്, ഈ കൊത്ത് കിട്ടിയ ശേഷം ആ ഗാർഡനിൽ ഒരു 20 അടി ദൂരം ആര് പറന്നു? നമ്മുടെ ക്രോ പറന്നു. വേർ ആഫ്റ്റർ ഫ്ലട്ടറിങ് അബൌട്ട് ഫോർ എ വൈൽ ഇറ്റ് ലേ സ്റ്റിൽ. എന്നിട്ട് അവിടെ പോയിട്ട് ചിറകടിച്ചു. അതായത് ഈ മരണവെപ്രാളം എന്നൊക്കെ നമ്മൾ പറയില്ലേ, കൊത്തു കൊണ്ടുപോയി കാക്കയ്ക്ക് ചിറകടിച്ചതിന് ശേഷം അവിടെ പോയിട്ട് കിടന്നു. ആൻഡ് ഇറ്റ് ലേ സ്റ്റിൽ. പിന്നെ അനങ്ങാതെ അവിടെ പോയിട്ട് കിടന്നു. ചുരുക്കി പറഞ്ഞാൽ അവൻ മരിച്ചു. ആരുടെ കൊത്തു കൊണ്ടിട്ട്? നമ്മുടെ കോബ്രയുടെ കൊത്തു കൊണ്ടിട്ട്. പക്ഷെ പാവം ഇത് സ്പെക്ടേറ്റർ ഒരു കാണിയായിട്ട് വന്നിട്ട് അവസാനം മരണമടഞ്ഞത് ആരാണ്? നമ്മുടെ കാക്കയാണ് മരണമടഞ്ഞു പോയത്. ഓക്കെ. The myna remained on the cactus plant very wisely, refrained from interfering again. പക്ഷെ ഇവൻ്റെ ഫ്രണ്ടായുള്ള മൈന എന്ത് ചെയ്യാണ്? പഴയമാതിരി കാക്ടസിൻ്റെ അവിടെ പോയിരുന്നിട്ട് ഈ ഇതിൽ ഇടപെടാൻ വേണ്ടിയിട്ട് ഒരിക്കൽ കൂടി ചാൻസ് കിട്ടുന്ന രീതിയിൽ അവനും അവിടെ പോയിട്ട് എന്ത് ചെയ്യാണ്? ഇത് കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. The cobra was weakening, and the mongoose, walking fiercely up to it, raised himself on his short legs and with lightning snap had the big snake by the snout. അപ്പോൾ നേരത്തെ 2 റൗണ്ടിലും മുന്നിട്ട് നിൽക്കുന്നത് ആരാണ്? മംഗൂസാണ്. 2 പ്രാവശ്യം ആർക്ക് കടി കിട്ടി? കോബ്രയ്ക്ക് കടി കിട്ടി. അപ്പോൾ കോബ്ര അങ്ങനെ വീക്കായിക്കൊണ്ടിരിക്കുക. വീക്കാവുക മീൻസ് ക്ഷീണിതനായിക്കൊണ്ടിരിക്കുകയാണ്. The cobra was weakening and the mongoose walking fiercely up to it. മംഗൂസ് അവന് നേരെ ധൈര്യത്തോടെ ഒട്ടും പേടിയില്ലാതെ എന്ത് ചെയ്യാണ്? പാഞ്ഞെടുക്കുകയാണ്. റൈസ്ഡ് ഹിംസെൽഫ് ഓൺ ഹിസ് ഷോർട്ട് ലെഗ്സ്. അവൻ്റെ ചെറിയ കാലുകളിൽ അവൻ എന്ത് ചെയ്തു? ഉയർന്നു നിന്നു. ആര്? നമ്മുടെ മംഗൂസ്. ആൻഡ് വിത്ത് ലൈറ്റ്നിങ് സ്നാപ്പ് ഹാഡ് ദ ബിഗ് സ്നേക്ക് ബൈ ദ സ്നൗട്ട്. ഒരു ലൈറ്റ്നിങ് സ്നാപ്പ് എന്ന് പറഞ്ഞാൽ ഞൊടിയിടയിൽ എന്ത് ചെയ്യാണ്? അവൻ നമ്മുടെ ഈ പാമ്പിൻ്റെ സ്നൗട്ടിലെ മുൻഭാഗം കുത്താൻ ഉപയോഗിക്കുന്ന ആരുടെ വായിലാക്കി? മംഗൂസ് കടിച്ചു പിടിച്ചിരിക്കുകയാണ്. ആരേനെ? ചുരുക്കി പറഞ്ഞാൽ ഈ മംഗൂസിൻ്റെ വായുടെ ഉള്ളിലാണ് ഇപ്പോൾ ആരുടെ മുഖത്ത്? നമ്മുടെ കോബ്രയുടെ. The cobra writhed and lashed about in a frightening manner
and even called itself about the mongoose, but all to no avail. ഒരു മരണവെപ്രാളത്തിലാണ് നമ്മുടെ കോബ്ര. ഈ കോബ്ര എന്ത് ചെയ്യാണ്? റിതേർഡ് മീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഴയാണ് വേഗത്തിൽ. കാരണം അവൻ്റെ മുഖം അവൻ്റെ വയയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കണമല്ലോ. അവൻ ഇങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തു, പക്ഷെ അതൊന്നും വിലപ്പോയില്ല. ആര് അമർത്തി കടിച്ചിരിക്കുകയാണ്? നമ്മുടെ മംഗൂസ കോബ്രേനെ വായിലിങ്ങനെ കടിച്ചു വെച്ചിരിക്കുകയാണ്. ഓക്കെ. The little fellow hung grimly on until the snake had ceased to struggle. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ നമ്മുടെ പാമ്പിൻ്റെ മുഴുവൻ ശക്തിയും ചോർന്നു പോയി. പാമ്പ് മരണത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവന് ശ്വസിക്കാനൊന്നും പറ്റില്ല. അവൻ്റെ മുഴുവൻ സ്നൗട്ട് എവിടെയാണ്? നമ്മുടെ മംഗൂസിൻ്റെ വായിലാണ്. He then smelt along its curing leg and gripping it around the hood, dragging it to the bushes. അങ്ങനെ പാമ്പ് മരിച്ചു എന്ന് ഉറപ്പായപ്പോൾ നമ്മുടെ സ്നൗട്ട്, അതായത് ആ മുഖഭാഗം, പാമ്പിൻ്റെ ഫ്രണ്ട് ഭാഗം കടിച്ചിട്ട് തന്നെ അവൻ എന്ത് ചെയ്യാണ്? ഇവനെ വലിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്? ആ ബുഷിൻ്റെ ഇടയിലോട്ട്, ബുഷ് മീൻസ് ആ കുറ്റിച്ചെടികളുടെ ഇടയിലോട്ട് ആര് വലിച്ചുകൊണ്ട് പോയി? നമ്മുടെ മംഗൂസ്. ചുരുക്കി പറഞ്ഞാൽ ഈ തുല്യ ശക്തികളുടെ പോരാട്ടത്തിൽ വിജയിച്ചതാരാണ്? നമ്മുടെ മംഗൂസാണ്. ഓക്കെ. മംഗൂസ് ആരെ കൊന്നു? നമ്മുടെ കോബ്രയെ കൊന്നു. The myna dropped cautiously to the ground, hopped about, peered into the bushes from a far distance, and then with a shrill cry of congratulation flew away. ഇതൊക്കെ നോക്കി കണ്ടിട്ട് നമ്മുടെ മൈന എന്താ ചെയ്തതെന്നറിയോ? The myna dropped cautiously to the ground. ശ്രദ്ധയോടുകൂടി അവൻ എന്ത് ചെയ്യാണ്? താഴത്തേക്ക് ഇറങ്ങി ആ കാക്ടസിൻ്റെ മുകളിൽ നിന്ന്. ഹോപ്ഡ് അബൌട്ട്, എന്നിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിപ്പോയി. പിയേർഡ് ഇൻ ടു ദ ബുഷസ് ഫ്രം എ സേഫ് ഡിസ്റ്റൻസ്, കുറച്ച് ദൂരത്ത് നിന്നിട്ട് നമ്മുടെ ഈ മൈന ആരെ നോക്കുകയാണ്? ഈ മംഗൂസ് പാമ്പിനെ വലിച്ചു കൊണ്ടുപോകുന്നത് ആര് കാണുകയാണ്? നമ്മുടെ മൈന കാണുകയാണ്. ആൻഡ് ദെൻ വിത്ത് എ സ്ട്രിൽ ക്രൈ ഓഫ് കൺഗ്രാജുലേഷൻസ് ഫ്ലൂ അവേ. ഒരു കൺഗ്രാജുലേഷൻ നൽകുകയാണ്. ആർക്ക് കൺഗ്രാജുലേഷൻ നൽകുകയാണ്? നമ്മുടെ മംഗൂസിന്. കാരണം വിജയമായില്ലേ. അതേ രീതിയിൽ ഒരു ശബ്ദം ഉണ്ടായിക്കൊണ്ട് നമ്മുടെ മൈന എന്ത് ചെയ്തു? പറന്നു പോയി. പക്ഷെ ആര് മരണപ്പെട്ടു? മൈനയോടൊപ്പം വന്നിരുന്ന ക്രോ എന്ത് ചെയ്തു? കാഴ്ചക്കാരനാവുന്ന ക്രോ കഷ്ടകാലത്തിന് ആരുടെ കടി കൊണ്ട് മരണപ്പെട്ടു? നമ്മുടെ ഈ കോബ്രയുടെ കടി കൊണ്ട് മരണപ്പെട്ടു. When I had also made a cautious descent from the tree and returned to the house, I told grandfather of the fight I had seen. അങ്ങനെ ഈ ഫൈറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബോയ് എന്ത് ചെയ്യാണ്? ആൽമരത്തിന് മുകളിൽ നിന്ന് മെല്ലെ താഴത്തേക്ക് ഇറങ്ങിയിട്ട് അവൻ നേരെ ആരുടെ അടുത്തേക്ക് പോയി? മുത്തശ്ശൻ്റെ അടുത്തേക്ക് പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. He was pleased that the mongoose had won. ഇത് കേട്ടപ്പോൾ മുത്തശ്ശന് ഭയങ്കര സന്തോഷമായി. എന്ത് കേട്ടപ്പോൾ? The mongoose had won. ഈ ഫൈറ്റിൽ ജയിച്ചതാരാണ്? നമ്മുടെ മംഗൂസ് ആണെന്ന് കേട്ടപ്പോൾ ആർക്ക് സന്തോഷമായി? മുത്തശ്ശന് ഭയങ്കര സന്തോഷമായി. He had encouraged it to live in the garden to keep away the snakes and fed it regularly with the scraps from the kitchen. കാരണം എന്താ വെച്ചാൽ മുത്തശ്ശന് ഈ മംഗൂസിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം എന്താ? ഒരു കീരി ആ തോട്ടത്തിലുണ്ടെങ്കിൽ അവിടേക്ക് ആര് വരില്ല? ഒരു സ്നേക്കും വരില്ല എന്ന് മുത്തശ്ശന് നന്നായിട്ട് അറിയാം. അപ്പോൾ നമുക്ക് അവർ ഒന്നും കൂടി വായിക്കാം. He had encouraged it to live in the garden. നമ്മുടെ മുത്തശ്ശൻ ആ മംഗൂസിനെ അവിടെ ജീവിക്കാൻ അനുവദിക്കുകയാണ് അവരുടെ ഗാർഡനിൽ. ടു കീപ്പ് അവേ ദ സ്നേക്സ്, എന്തിനു വേണ്ടിയിട്ട്? പാമ്പുകളൊക്കെ ഒഴിവാക്കാൻ, ഇല്ലാതാക്കാൻ. ആൻഡ് ഫെഡ് ഇറ്റ് റെഗുലർലി വിത്ത് സ്ക്രാപ്സ് ഫ്രം ദ കിച്ചൺ. ഇടയ്ക്ക് അടുക്കളയിൽ നിന്നുള്ള ചില ഭക്ഷണാവശിഷ്ടങ്ങളൊക്കെ ആര് കൊണ്ടു കൊടുക്കും? നമ്മുടെ മുത്തശ്ശൻ ഈ മംഗൂസിന് വേണ്ടി കൊണ്ടു കൊടുക്കും. ഹി ഹാഡ് നെവർ ട്രൈഡ് ടേമിങ് ഇറ്റ് ബിക്കോസ് വൈൽഡ് മംഗൂസ് വാസ് മോർ യൂസ്ഫുൾ ദാൻ എ ഡൊമസ്റ്റിക്കേറ്റഡ് വൺ. പക്ഷെ ഒരിക്കൽ പോലും നമ്മുടെ മുത്തശ്ശൻ ഈ മംഗൂസിനെ ടൈം ചെയ്യിക്കുക മീൻസ് ഇണക്കി വളർത്താൻ ശ്രമിച്ചിട്ടില്ല. കാരണം എന്താണ്? ഒരു ഇണങ്ങി വളർന്ന മംഗൂസിനേക്കാൾ എപ്പോഴും അപകടകര ആരായിരിക്കും? ഒരു കാട്ടിൽ വളർന്ന മംഗൂസായിരിക്കും. നമ്മളിപ്പോൾ ഒരു ജീവി ഇണക്കി വളർത്തുകയാണെന്ന് വെച്ചാൽ അതിന് ഭക്ഷണം നമുക്ക് എന്ത് ചെയ്യാം? എപ്പോഴും കൊടുക്കേണ്ടി വരും നമ്മൾ, അല്ലേ? അപ്പോൾ പിന്നെ അവനെ പണിയൊന്നും എടുക്കില്ല, ലേസിയായി മാറും. അതുകൊണ്ട് തന്നെ ഒരു ഇണക്കി വളർത്തുന്ന മംഗൂസിനേക്കാൾ എപ്പോഴും ശക്തൻ അഥവാ അപകടകാരി ആരായിരിക്കും? ഒരു കാട്ടിൽ നിന്ന് വളർന്നു വന്ന ഒരു മംഗൂസായിരിക്കും. നമുക്ക് ബാക്കി ഭാഗത്തേക്ക് നോക്കാം. പേജ് നമ്പർ 40. From the banyan tree, I often saw the mongoose patrolling the four corners of the garden, and once I saw him with an egg in his mouth and knew he had been in the poultry house, but he hadn't harmed the birds, and I knew grandmother would forgive him for stealing as long as he kept the snakes away from the house. ഇനി നമ്മൾ പറയുന്നത് ഈ മംഗൂസിനെ പറ്റി തന്നെയാണ്. From the banyan tree, I often saw the mongoose patrolling the four corners of the garden. ഇത് കഴിഞ്ഞതിന് ശേഷവും ചില ദിവസങ്ങളിൽ നമ്മുടെ ബോയ് ആരെ കാണാറുണ്ട്? മംഗൂസിനെ കാണാറുണ്ട്. അവൻ എന്ത് ചെയ്യായിരിക്കും? ഇവരെ പറമ്പിൻ്റെ 4 കോർണറുകളിലും ഇങ്ങനെ പെട്രോൾ മീൻസ് നടക്കുന്നത് ആര് കാണാറുണ്ട്? നമ്മുടെ ബോയ് കാണാറുണ്ട്.
ആൻഡ് വൺസ് ഐ സോ ഹിം വിത്ത് ആൻ എഗ് ഇൻ ഹിസ് മൗത്ത് ആൻഡ് ന്യൂ ഹി ഹാഡ് ബീൻ ഇൻ ദ പോൾട്രി ഹൗസ്. അങ്ങനെ ഒരിക്കൽ ഈ മംഗൂസിനെ കണ്ടപ്പോൾ മംഗൂസിൻ്റെ വായിൽ എന്തുണ്ടായിരുന്നു? ഒരു എഗ്ഗ് ഉണ്ടായിരുന്നു. എവിടെ നിന്നുള്ള എഗ്ഗ്? പോൾട്രി ഫാം എന്ന് പറഞ്ഞാൽ കോഴിയൊക്കെ വളർത്തുന്ന സ്ഥലമില്ലേ, അവിടെ നിന്ന് അവൻ കട്ടെടുത്ത് കൊണ്ടുവന്ന ഒരു എഗ്ഗ് ആരുടെ വായിലുണ്ടായിരുന്നു? മംഗൂസിൻ്റെ വായിലുള്ളത് ഇവൻ കണ്ടു. ബട്ട് ഹി ഹാഡ് ഇൻ ഹാംബഡ് ദ ബേർഡ്സ്. പക്ഷെ അവൻ ഒരിക്കൽ പോലും അവിടുത്തെ പക്ഷികളെ അവൻ എന്ത് ചെയ്തിട്ടില്ല? ഹാം ചെയ്യുക മീൻസ് വേദനിപ്പിച്ചില്ല, പരിക്കേൽപ്പിച്ചിട്ടില്ല, അവരൊന്നും ചെയ്യില്ല. ആൻഡ് ഐ ന്യൂ ഗ്രാൻഡ് മദർ വുഡ് ഫോർഗീവ് ഹിം ഫോർ സ്റ്റീലിംഗ് ആസ് ലോങ് ആസ് ഹി കെപ്റ്റ് ദ സ്നേക്സ് എവേ ഫ്രം ദ ഹൗസ്. പിന്നെ ഇവൻ ഉറപ്പായിരുന്നു, 1-2 എഗ്ഗ് എടുത്താലും കുഴപ്പമില്ല, ഇവനോട് ആര് ക്ഷമിച്ചോളും? മുത്തശ്ശി, ഗ്രാൻഡ് മദർ എന്ത് ചെയ്തോളും? ക്ഷമിച്ചോളും. എന്താണെങ്കിൽ മാത്രം അത്രയും കാലമെങ്കിലും ഇവൻ ആരെ അങ്ങോട്ടേക്ക് അടുപ്പിക്കില്ല? ആ വളപ്പിലോട്ട് ഒരു പാമ്പിനെ പോലും അടുപ്പിക്കില്ല. അതുകൊണ്ട് മുത്തശ്ശി അവനോട് ക്ഷമിച്ചോളും എന്ന് ആർക്ക് തോന്നി? നമ്മുടെ ബോയ്ക്ക് തോന്നി. The banyan tree was also the setting for what we were to call the strange case of grey squirrel and the white rat. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട സംഭവത്തിന് കൂടി ആര് സാക്ഷിയാവുകയാണ്? നമ്മുടെ ഈ ബാനിയൻ ട്രീ. ആ സംഭവത്തിന് പേര് വിട്ടിട്ടുണ്ട്. എന്താണ്? The banyan tree was also the setting for what we were to call the strange case of grey squirrel and the white rat. ഒരു ഗ്രേ സ്ക്വിറലും ഒരു വൈറ്റ് റാറ്റും തമ്മിലുള്ള എന്തോ ഒരു കാര്യം കൂടി എന്ത് ചെയ്തു? ഈ ആൽമരത്തിൽ വെച്ച് നടന്നു. അതെന്താണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. The white rat was grandfather's. He had bought it from the bazaar for 4 annas. ഈ വൈറ്റ് റാറ്റ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു സ്ക്വിറലുണ്ട്. ആ സ്ക്വിറലിൽ ആരുടെ ഫ്രണ്ടാണ്? നമ്മുടെ ബോയുടെ ഫ്രണ്ടാണ്. പക്ഷേ ഒരു വൈറ്റ് റാറ്റിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഇവൻ ആരുടെ പെറ്റായിരുന്നു? ഇവൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ പെറ്റായിരുന്നു. ഈ ഗ്രാൻഡ് ഫാദർ ബാസാർ മീൻസ് അതായത് നമ്മൾ ഷോപ്പിൽ അല്ലെങ്കിൽ തെരുവ് എന്നൊക്കെ പോലെ അവിടെ പോയിട്ട് 4 അണയ്ക്കാണ്. ഈ അണ മീൻസ് ഇന്നത്തെ മാതിരി റുപ്പീസ് എന്നൊക്കെ പറയുന്ന പോലെ പണ്ട് ഉപയോഗിച്ചിരുന്ന ഒരു ഇതാണ് അണ. 4 അണയ്ക്കാണ് മുത്തശ്ശൻ ആരെ വാങ്ങിയത്? ഈ വൈറ്റ് റാറ്റിനെ വാങ്ങിയത്. എന്നിട്ട് അവിടുന്ന് കൊണ്ടുവന്നതാണ്. The white rat was grandfather's. He had bought it from the bazaar for 4 annas. But I would often take it with me into the roots and branches of the old tree. ഇത് മുത്തശ്ശൻ്റെ പെറ്റാണെങ്കിൽ പോലും നമ്മുടെ ബോയ് എന്ത് ചെയ്യാറുണ്ട്? ഈ റാറ്റിനെ ഇടയ്ക്കിടയ്ക്ക് എങ്ങോട്ട് കൊണ്ടുപോകും? ഈ ആൽമരത്തിലോട്ട് കൊണ്ടുപോകും. കാരണം ഇവൻ അവിടെയാണ് ഭൂരിഭാഗം സമയം ചിലവഴിക്കാറ്. അപ്പോൾ കയ്യിൽ ഇവൻ എടുത്തുകൊണ്ട് നമ്മുടെ ബോയ് അഥവാ ഇവനെ എങ്ങോട്ട് കൊണ്ടുപോകാറുണ്ട്? ആൽമരത്തിന് മുകളിലോട്ട് പോകാറുണ്ട്. Banyan tree where it soon struck up a friendship with one of the squirrels. നമ്മൾ നേരത്തെ പറഞ്ഞ സ്ക്വിറൽ ഇല്ലേ, അതിലൊരു കുറേ സ്ക്വിറൽ ഉണ്ടാവും. അതിലൊരു സ്ക്വിറലുമായിട്ട് ആർക്കൊരു ബന്ധം വന്നു? നമ്മുടെ വൈറ്റ് റാറ്റിന്. കാരണം എപ്പോഴും ഈ വൈറ്റ് റാറ്റ് അവിടെ പോകും. അപ്പോൾ ആ സ്ക്വിറലിനെ കാണും. എന്നിട്ട് അവരോടൊരു കണക്ഷൻ വരികയാണ് ആർക്ക്? നമ്മുടെ വൈറ്റ് റാറ്റിന്. They would go off together on little excursions among the branches. എന്നിട്ട് ആ വൈറ്റ് റാറ്റും നമ്മുടെ ഗ്രേ സ്ക്വിറലും കൂടി എന്ത് ചെയ്യാറുണ്ട്? ആ ബ്രാഞ്ചസിൻ്റെ ഇടയിലൂടെയൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ചെറിയ എക്സ്കർഷൻ ഈ ചെറിയ ടൂറൊക്കെ പോകുമെന്ന് പറയില്ലേ, പോവാറുണ്ട്. ആരൊക്കെ തമ്മിൽ? ഈ വൈറ്റ് റാറ്റും ഗ്രേ സ്ക്വിറലും. ഓക്കെ. ദെൻ ദ സ്ക്വിറൽ സ്റ്റാർട്ടഡ് ബിൽഡിങ് എ നെസ്റ്റ്. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്ക്വിറൽ എന്ത് ചെയ്യാണ്? ഒരു കൂടുണ്ടാക്കാൻ തുടങ്ങി. സ്റ്റാർട്ട് ടു ബിൽഡ് എ നെസ്റ്റ്. അറ്റ് ഫസ്റ്റ് ഷീ ട്രൈഡ് ബിൽഡിങ് ഇറ്റ് ഇൻ മൈ പോക്കറ്റ്സ്. ആദ്യം നമ്മുടെ ഈ സ്ക്വിറൽ എവിടെയാണ് ഇത് ബിൽഡ് ചെയ്യാൻ തുടങ്ങിയത്? നമ്മുടെ ഈ ബോയിൻ്റെ പോക്കറ്റിലാണ്. ബോയും പോക്കറ്റുമായുള്ള ബന്ധം നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തതാണ്. ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ അവൻ പോക്കറ്റ് വന്ന് എടുക്കാൻ തുടങ്ങി. അത്രയും ബന്ധമായി. അങ്ങനെ ഒരു ദിവസം ഇവൻ പോക്കറ്റിൽ എന്ത് ചെയ്യാൻ തുടങ്ങി? സ്റ്റാർട്ട് ടു ബിൽഡ് എ നെസ്റ്റ്, കൂടുണ്ടാക്കാൻ തുടങ്ങി. ആൻഡ് വെൻ ഐ വെൻറ്റ് ഇൻഡോസ് ആൻഡ് ചേഞ്ച് മൈ ക്ലോത്ത്സ് ഐ വുഡ് ഫൈൻഡ് സ്ട്രോ ആൻഡ് ഗ്രാസ് ഫാളിങ് ഔട്ട്. പക്ഷേ ഇത് ബോയ് അറിയണില്ല. ഈ ബോയ് പിന്നെ വീട്ടിൽ ചെന്നിട്ട് ഡ്രസ്സ് മാറ്റുന്ന സമയത്താണ് അവൻ എന്ത് കാണുക? പോക്കറ്റിൽ നിന്ന് ഈ ഗ്രാസും പിന്നെ തുണിയുടെ പീസൊക്കെ വീഴുണ്ടാവും. കാരണം എന്താണ്? ഈ സ്ക്വിറൽ നെസ്റ്റ് ഉണ്ടാക്കാൻ കൊണ്ടുപോയ സാധനങ്ങളാണ് ഈ പോക്കറ്റിൽ നിന്ന് പുറത്തേക്ക് വീഴുന്നത്. ഓക്കെ. ദെൻ വൺ ഡേ ഗ്രാൻഡ് മദേഴ്സ് നിറ്റിംഗ് വാസ് മിസ്സിങ്. നിറ്റിംഗ് മീൻസ് തുന്നാൻ ഉപയോഗിക്കുന്ന തുണി, സൂചിയൊന്നും കാണാനില്ല. മിസ്സിങ്. അത് എവിടെയോ പോയി. ആരെടുത്തുനിന്ന് യാതൊരു ഐഡിയ ഇല്ല. വി ഹണ്ടഡ് ഫോർ ഇറ്റ് എവരിവെയർ ബട്ട് വിത്തൗട്ട് സക്സസ്. ഇവരെല്ലാ സ്ഥലത്തും അന്വേഷിച്ചു. മുത്തശ്ശിക്ക് തുന്ന ഉപയോഗിക്കുന്ന സൂചി നൂലൊക്കെ ഉണ്ടല്ലോ, അത് എവിടെയും കാണാനില്ല. ഇവരെല്ലാ സ്ഥലത്തും അന്വേഷിച്ചു. ഇവർക്ക് കിട്ടിയതേ ഇല്ല. നെക്സ്റ്റ് ഡേ ഐ സോ സംതിങ് ഗ്ലിൻറ്റിങ് ഇൻ ദ ഹോൾ ഇൻ ദ ബാനിയൻ ട്രീ. പക്ഷേ അടുത്ത ദിവസം ആ ബാനിയൻ ട്രീയുടെ അവിടെ ചെന്നപ്പോൾ അതിലൊരു ഹോൾ മീൻസ് പൊത്തുണ്ട്. ആ പൊത്തിൽ ഇവൻ എന്ത് കാണാണ്? എന്തോ ഒരു നിറം കണ്ടു. ഗോയിങ് അപ് ടു ഇൻവെസ്റ്റിഗേറ്റ് ഐ സോ ദാറ്റ് ഇറ്റ് വാസ് ദ എൻഡ് ഓഫ് ഗ്രാൻഡ് മദർ സ്റ്റീൽ നിറ്റിംഗ് ഏരിയ. അവിടെ ചെന്നപ്പോഴാണ് ഇവന് എന്ത് മനസ്സിലായത്? കാണാതെ പോയ ഗ്രാൻഡ് മദറിൻ്റെ നൂലും സൂചിയുമാണ് അതെന്ന് ആർക്ക് മനസ്സിലായി?
നമ്മുടെ ബോയ്ക്ക് മനസ്സിലായി. അപ്പോൾ ഈ നൂല് സൂചി എങ്ങനെയോ ഈ മരത്തിൽ പൊത്തിൽ വന്നതാണ്. ആരായിരിക്കും കൂടെ നമുക്ക് ഓൾറെഡി ഊഹിക്കാം. ആരായിരിക്കും? സ്ക്വിറൽ ആയിരിക്കും. ഓൺ ലുക്കിംഗ് ഫർദർ ഐ ഡിസ്കവേർഡ് ദാറ്റ് ദ ഹോൾ വാസ് ക്രാംപ്ഡ് വിത്ത് നെറ്റിംഗ്. പിന്നെ ഒന്നും കൂടി ഇവൻ ആ ഹോൾ സെർച്ച് ചെയ്തപ്പോൾ കണ്ടത് ആ ഹോൾ നിറയെ എന്താണ്, ഇത്തരത്തിലുള്ള നൂലും ഒക്കെ കൊണ്ട് നിറച്ച് വെച്ചിരിക്കുകയാണ്, ഒരു കൂട് മാതിരി ആക്കി വെച്ചിരിക്കുകയാണ്. ആൻഡ് എമംഗ്സ് ദ വൂൾ വെർ 3 ബേബി സ്ക്വിറൽസ് ഓഫ് ഓൾ ഓഫ് ദം വൈറ്റ്. പക്ഷേ ഇവൻ അത്ഭുതപ്പെടുത്തുന്ന വേറൊരു കാര്യം കൂടി ഇവൻ കാണുകയാണ്. ആ മരത്തിൻ്റെ പൊത്തിനുള്ളിൽ ഈ നിറ്റിങ്ങിൻ്റെ ഇടയിലായിട്ട് 3 വൈറ്റ് സ്ക്വിറലിനെ ആര് കാണാനിടയായി? നമ്മുടെ ബോയ് കാണാനിടയായി. പൊതുവേ സ്ക്വിറലിൻ്റെ നിറം ഗ്രേ ആണ്, പക്ഷേ ഈ 3 സ്ക്വിറലിൻ്റെ നിറം എന്താണ്? വൈറ്റാണ്. ഗ്രാൻഡ് ഫാദർ ഹാഡ് നെവർ സീൻ വൈറ്റ് സ്ക്വിറൽസ് ബിഫോർ. ഗ്രാൻഡ് ഫാദർ ഒരിക്കലും ഇത്തരത്തിലുള്ള വൈറ്റ് സ്ക്വിറലിനെ ജീവിതത്തിൽ കണ്ടിട്ടേയില്ല. ആൻഡ് വി ഗേസ്ഡ് അറ്റ് ദം ഇൻ വണ്ടർ. ഇവരൊക്കെ അത്ഭുതത്തോടു കൂടി നോക്കുകയാണ്. 3 വൈറ്റ് സ്ക്വിറലാണ് ഇപ്പോൾ ആ മരപ്പൊത്തിലുള്ളത്, ബാനിയൻ ട്രീയുടെ. വി വർ പസിൽ ഫോർ സം ടൈം. ഇവർ കുറേ നേരം കൺഫ്യൂസ്ഡ് ആയിപ്പോയി. പസിൽ മീൻസ് കൺഫ്യൂസ്ഡ്. എന്താ ചെയ്ത് എങ്ങനെ സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലായതേ ഇല്ല. ബട്ട് വെൻ ഐ മെൻഷൻ ദ വൈറ്റ് റാറ്റ്സ് ഫ്രീക്വൻറ്റ് വിസിറ്റ് ടു ദ ട്രീ, ഗ്രാൻഡ് ഫാദർ ടോൾഡ് മീ ദാറ്റ് ദ റാറ്റ് മസ്റ്റ് ബി ദ ഫാദർ. ആ സമയത്ത് നമ്മുടെ ബോയ് മുത്തശ്ശനൊരു കാര്യം ഓർമ്മിപ്പിച്ചെന്താണ്, മുത്തശ്ശ ഞാൻ എൻ്റെ ആരെയും കൂടി കൊണ്ടുവരാറുണ്ട്, നമ്മുടെ വൈറ്റ് റാറ്റിനെയും കൂടി കൊണ്ടുവരാറുണ്ട്. അപ്പോഴാണ് മുത്തശ്ശന് എന്ത് മനസ്സിലായത്, ഈ വൈറ്റ് സ്ക്വിറലിൻ്റെ ഫാദർ ആരായിരുന്നു? നമ്മൾ നേരത്തെ ബോയ് കൊണ്ടുവന്ന ആ വൈറ്റ് റാറ്റ് ആയിരുന്നു. ചുരുക്കി പറഞ്ഞാൽ അമ്മ നമ്മുടെ ഗ്രേ സ്ക്വിറലും അച്ഛൻ ആരാണ്? വൈറ്റ് റാറ്റുമായി. റാറ്റ്സ് ആൻഡ് സ്ക്വിറൽസ് were related to each other. ഈ റാറ്റും സ്ക്വിറലും ഏകദേശം ബന്ധമുള്ള ജീവികളാണ്. നമുക്ക് കണ്ടാൽ രണ്ടും ഏകദേശം ഒരേമാതിരി തോന്നും, കാരണം ഒരേ വർഗ്ഗത്തിൽപ്പെട്ടവരാണ് ആര്? റാറ്റും സ്ക്വിറലും. He said, and so it was quite possible for them to have offspring, in that case white squirrels. അങ്ങനെ അവർക്ക് രണ്ടുപേർക്കും കൂടി ഉണ്ടായ കുട്ടികളാണ്. ഓഫ്സ്പ്രിങ് മീൻസ് അവരുടെ കുട്ടികളാണ് ആര്? നമ്മളിപ്പോൾ ഈ കണ്ട വൈറ്റ് സ്ക്വിറൽസ്. ചുരുക്കി പറഞ്ഞാൽ ഈ ബോയ് ഈ വൈറ്റ് റാറ്റിനെ അവിടെ കൊണ്ടുപോയി ഈ വൈറ്റ് റാറ്റും സ്ക്വിറലും തമ്മിൽ പരിചയപ്പെട്ടു. അവർക്കുണ്ടായ കുട്ടികളാണ് ആര്? നമ്മളിപ്പോൾ ഈ അത്ഭുതപ്പെടുത്തിയ വൈറ്റ് സ്ക്വിറൽസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഡിസ്കസ് ചെയ്യാം. ചാപ്റ്ററിൻ്റെ പേര് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ, റിട്ടൺ ബൈ ദ ഫേമസ് റൈറ്റർ റസ്കിൻ ബോണ്ട്. പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് ഒന്നാരാണ്? ദ ബോയ്, ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, പിന്നെ മറ്റു ചില കഥാപാത്രങ്ങൾ അല്ലേ. പ്രധാനപ്പെട്ട 2 കഥാപാത്രങ്ങളാണ് ആര്? നമ്മുടെ കോബ്രയും പിന്നെ നമ്മുടെ മംഗൂസും, പിന്നെ നമ്മളിപ്പോൾ പരിചയപ്പെട്ട വൈറ്റ് സ്ക്വിറലും റാറ്റും. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പ്രകൃതിയിലെ ചില അത്ഭുതങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത്. ചാപ്റ്റർ എഴുതിയിരിക്കുന്നത് റസ്കിൻ ബോണ്ടാണ്. ബാക്കി കാര്യം നമുക്ക് അടുത്ത ക്ലാസ് ഡിസ്കസ് ചെയ്യാം. സോ താങ്ക്സ്.